അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ നെവിൽ, എ +2 സ്റ്റുഡൻറ്റ് വിത്ത് കൊമേഴ്സ് മാത്സ്. ഇന്നലെ 6 മണിക്ക് ടൈമർ വെച്ച് ഉറങ്ങി. പക്ഷേ എനിക്കിപ്പോൾ 9 മണിയായി. ഇനി എന്ത് ചെയ്യാനാ, ഉള്ള സമയം പഠിക്കുക. ബെഡൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരു സുഖം. ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മാർച്ച് 20-ാം തീയതിയാണ്. ലാസ്റ്റ് എക്സാം ഇക്കണോമിക്സ് ആയിരുന്നു. ആ പേപ്പർ അത്യാവശ്യം സിമ്പിളായിരുന്നു. ഇനി എക്സാം മാർച്ച് 26-ാം തീയതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരാഴ്ച സ്റ്റഡി ലീവ് ഉണ്ട്. അടുത്ത പരീക്ഷ അക്കൗണ്ടൻസിയാണ്. പക്ഷേ ഞാൻ ഇന്ന് പഠിക്കുന്നത് മാത്സ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ്. ഒരാഴ്ച മുടക്കില്ല, കാരണം ചെറിയൊരു മടി. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് എനിക്ക് മുടക്കില്ല. 26-ാം തീയതി അക്കൗണ്ട്സ്, 27-ാം തീയതി മാത്സ് ഇംപ്രൂവ്മെൻറ്റ്, 28-ാം തീയതി ഇംഗ്ലീഷ്. അപ്പോൾ ഷെഡ്യൂൾ ടൈറ്റാ, പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡൈനിങ് ടേബിളിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. പാനൻ്റെ മഷി കഴിഞ്ഞപ്പോൾ ആ റീഫില്ലിടുക. അതിൻ്റെ ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. So I wanted to share a study tip which I use. അത് നല്ല എഫക്റ്റീവാണ്. This one is known as time slot method. The technique is to write the exact time you start to study and write the time you end your session. ഇത് ഞാൻ എത്ര മണിക്കൂർ എഫക്റ്റീവായി പഠിക്കുമെന്ന് മനസ്സിലാക്കും. അത് ആദ്യം ഡേറ്റ്, പിന്നെ ടൈം, പിന്നെ ടൈം സ്ലോട്ട്, ലാസ്റ്റ്ലി അവേഴ്സ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് റിസൾട്ട് കമൻറ്റ് ചെയ്തോളൂ. With this method, I studied for 10 hours for my maths exam. This really motivates me to push harder. ഞാനിപ്പോൾ മാത്സ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി എഡ്യൂപോർട്ടിൻ്റെ ഒരു 12 മണിക്കൂർ ലൈവാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ പോവാം. സാധാരണ മാത്സ് എനിക്കൊരു ടഫ് സബ്ജക്റ്റാണ്. +1 മാർക്കും കുറവായിരുന്നു. മാത്സ് ആദ്യം ചാപ്റ്ററായ സെറ്റ്സിൽ മുതൽ തുടങ്ങി. സെറ്റ്സ് ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, വേഗം കവർ ചെയ്യാം. അപ്പോൾ സെറ്റ്സും തീർന്നു. ഇനി ഒരു ഷോർട്ട് ബ്രേക്കായിട്ട് ഞാൻ ഇവരുടെ കൂടെ വന്നു. ഇവരിനെ കാണുമ്പോൾ ഒരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ബ്രേക്കും കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങുന്നു. അടുത്ത ചാപ്റ്റർ ആണെങ്കിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എനിക്ക് കുഴപ്പമില്ലാത്ത ചാപ്റ്ററായിരുന്നു. ഇടയ്ക്ക് മാർക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു. വീട്ടിൽ കുറച്ച് ചാമ്പയ്ക്ക കണ്ടു. അപ്പോൾ അത് പൊട്ടിച്ച് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പഠിക്കാൻ വിചാരിച്ച് എനിട്ടിരുന്നപ്പോൾ നോക്കിയപ്പോൾ കുറേ ബുക്സിൻ്റെ ഒരു അട്ടി കണ്ടു. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്ത് ഡെസ്ക് ഓർഗനൈസ് ചെയ്യാൻ വിചാരിച്ചു. അതുകൊണ്ട് കാരണമാണ് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഡെസ്ക് ഓർഗനൈസ് ചെയ്യാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ എൻ്റെ സിസ്റ്ററിനെ പഠിപ്പിക്കുകയാണ്. അവൾ എന്നോട് ചോദിച്ചു ഒരു ലെസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
ട്രിഗ്നോമെട്രി എനിക്ക് കുറച്ച് പാടായിട്ടുള്ള ചാപ്റ്ററാണ്. കുറേ ഇക്വേഷൻസ് ഉണ്ട്, അതെല്ലാം മെമ്മറൈസ് ചെയ്യാൻ കുറച്ച് എനിക്ക് പാടായിട്ട് തോന്നി. അപ്പോൾ +1 ഇതെല്ലാം ആയിരിക്കും മിക്കവാറും മാർക്സ് പോയിണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ട്രിഗ്നോമെട്രി കുറച്ച് ഇക്വേഷൻ പഠിച്ചപ്പോൾ തന്നെ മൂഡ് പോയി. അപ്പോൾ കുറച്ച് നിർത്താൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് വെച്ച് ഉപയോഗിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ 2.35 മണിക്കൂർ പഠിച്ചു. അത് കുഴപ്പമില്ല മുമ്പ് വെച്ച് നോക്കുമ്പോൾ.